നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽകുമാർ എന്ന കൺസൾട്ടൻറ്റ് ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ആത്രേ ഹോസ്പിറ്റൽ തൃശ്ശൂർ. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഹെർണിയയെ പറ്റി 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, ഹെർണിയ എന്ന് പറയുന്നത് കുടലിറക്കം. അത് വയറിൻ്റെ ഒരു പാളിയിൽ ഒരു ദ്വാരം രൂപപ്പെടുകയും അതുവഴി വയറിനുള്ളിലുള്ള ആന്തരിക അവയവങ്ങൾ പുറത്തേക്ക് ചാടുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് ഹെർണിയ. ഇത് പ്രധാനമായിട്ടും ഒമൻറ്റം അല്ലെങ്കിൽ ചെറുകുടൽ, വൻകുടലാണ് 90% പുറത്തേക്ക് ചാടുന്ന ആന്തരിക അവയവം. ഇതുകൂടാതെ ചില സാഹചര്യങ്ങളിൽ അതിൽ ഓവറി, അപ്പൻഡിക്സ്, ഈ മൂത്രസഞ്ചി എന്നിവയും കാണപ്പെടാറുണ്ട്. ഇനി ഹെർണിയയുടെ ലൊക്കേഷൻ, ഇത് പ്രധാനമായിട്ടും പൊക്കിളിൻ്റെ അവിടെയും ഒടിഭാഗത്തുമാണ് കാണപ്പെടുക. പൊക്കിളിൻ്റെ അവിടെ 2 സ്ഥലത്ത്, ഒന്ന് അംബലിക്കസ്, കുറച്ച് പൊക്കിളിന് മാറി നിൽക്കുന്നത് പാരാംബലിക്കൽ ഹെർണിയ. ഇതുകൂടാതെ ഓരോ ഒടിയിലും റൈറ്റും ലെഫ്റ്റിലും ഓരോ സൈഡിലും 3 തരം ഹെർണിയകളുണ്ട്: ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ഫെമറൽ. ഇത് കൂടാതെ തന്നെ ചിലപ്പോൾ വയറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ സാഹചര്യങ്ങൾ, സിസേറിയനോ മറ്റെന്തെങ്കിലും വയർ തുറന്നിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആ മുറിവിൽ ഉണ്ടാകുന്ന രൂപപ്പെടുന്ന ഹെർണിയയെ ഇൻസിഷൻ ഹെർണിയ എന്ന് പറയും. ഈ ഹെർണിയ എപ്പോഴാണ് വില്ലനാവുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആന്തരിക അവയവം ആ ദ്വാരത്തിൽ ജാം ആകുമ്പോഴാണ് ഇത് വില്ലനാവുന്നത്. വില്ലനാവുമ്പോൾ പ്രധാനമായിട്ടും ആ ആന്തരിക അവയവം അവിടെ പെട്ടുപോയിട്ട് പൊട്ടിപ്പോവാം. പെർഫെഷൻ കുടലൊക്കെ ആണെങ്കിൽ അതിൽ കൂടെ മലം പുറത്തേക്ക് വന്നിട്ട് ഉള്ളിൽ പഴുപ്പ് രൂപപ്പെടുകയും അത് സെപ്റ്റിക് ആവുകയും ചെയ്യും. സെപ്റ്റിക് ആവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഴുപ്പ് രക്തത്തിൽ കലർന്ന് മറ്റു ആന്തരിക അവയവങ്ങൾ, കിഡ്നി, ലിവർ, ബ്രെയിനൊക്കെ ബാധിച്ച് മരണം വരെ സംഭവിക്കാം. രണ്ടാമത്തെ ഒരു പ്രധാന കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ആന്തരിക അവയവം അവിടെ പെട്ടുപോയിട്ട് അതിൻ്റെ ആന്തരിക അവയവത്തിൻ്റെ തന്നെ രക്തോട്ടം നിലയ്ക്കുകയും ആ കുടുങ്ങിപ്പോയ അവയവം അവിടെ ജാം ആവുകയും ചെയ്യും. ആ ഭാഗം ജീർണിച്ച് പോവുകയും ചെയ്യും. അതിനെ ഗാംഗ്രീൻ എന്ന് പറയും. ഇതുകൊണ്ടാണ് ഹെർണിയ വില്ലനാവുന്നത്. എപ്പോഴും കേൾക്കുന്നൊരു ചോദ്യമാണ്, ഹെർണിയയ്ക്ക് മരുന്നില്ലേ സാറേ? ഹെർണിയ ഒരു ദ്വാരമാണ്. ആ ദ്വാരത്തിൽ കൂടെ ഒരു ആന്തരിക അവയവം ഇറങ്ങി വരികയാണ്. അത് മരുന്നിൽ കൂടെ മാറ്റാൻ സാധിക്കുന്നതല്ല. അതിൽ കൂടെ സ്റ്റിച്ചിട്ട് ആ ദ്വാരം അടയ്ക്കുകയോ അല്ലെങ്കിൽ വല വയ്ക്കുകയാണ് അതിൻ്റെ ചികിത്സ. ഇത് എല്ലാവർക്കും അറിയുന്ന പോലെ കീഹോളായിട്ടും ലാപ്രോസ്കോപ്പിക് ആയിട്ടും അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടും ചെയ്യാവുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.